ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മോടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരുന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിടയ്ക്ക് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടേ, ബലൂണ്, പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് വണ്ണ് എഴുതിയ ബോർഡൊക്കെ വേണ്ടേ, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ സ്റ്റാൻഡിൻ്റെ അടുത്ത്, പുതിയ സ്റ്റാൻഡല്ല കേട്ടോ, പഴയ സ്റ്റാൻഡിൻ്റെ അടുത്ത് കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ അടുത്തായിട്ട് ഒരു റെൻറ്റിന് ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് അവർ എത്ര മണിക്കൂർ നമ്മളത് യൂസ് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടാണ് വാടക എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയിട്ട് വണ്ണ് എഴുതിയ കുറച്ച് ബോർഡുകളും പിന്നെ ബലൂൺസും ഒരു പിയാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് റെൻറ്റിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കണ്ണൂർ കോട്ടയിലേക്കാണ്. കണ്ണൂർ കോട്ടയിൽ നിന്നാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. ഏട്ടൻ്റെ ഫ്രണ്ടായ ഷജിൽ നമ്മുടെ ഡാൻസ് വെഡ്ഡിങ് എന്നാണ് അവരുടെ നെയിം. അപ്പോൾ അതിൽ ഷജിലേട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടാണ്, കൂടെ പഠിച്ചതാണ്. അപ്പോൾ അവരാണ് നമ്മുടെ കല്യാണത്തിനും സേവ് ദ ഡേറ്റും ഒക്കെ അനിയത്തിയുടെ കല്യാണമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായത് ഷജിലേട്ടൻ തന്നെയാണ്. അപ്പോൾ മോളുടെ ഈ ഒരു ഫസ്റ്റ് ഫോട്ടോഷൂട്ടും ഷജിലേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ കണ്ണൂർ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ മാറിപ്പോയി. ഞാനിപ്പോൾ ഒരു 5-6 കൊല്ലമായി ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഭയങ്കര ചേഞ്ച് വന്നതുപോലെ തന്നെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പെട്ടെന്ന് കണ്ടിട്ടൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോള് ഫോട്ടോഷൂട്ടിന് നിൽക്കുമോ, ബഹളം വെക്കുമോ എന്നൊക്കെയുള്ള പേടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഷജിലേട്ടൻ ഓൾറെഡി അവിടെ എത്തിയിട്ട് നമ്മളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാർക്കിങ്ങൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മോളുടെ വണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്ക അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെയും വക ഗിഫ്റ്റ് കൊടുക്കുന്നതൊരു കാറാണെന്നുള്ളത്. അപ്പോൾ ആ കാറും കൂടി ഫോട്ടോഷൂട്ടിന് എടുത്തിട്ടാണ് വന്നത്. ആക്ച്വലി ഫോട്ടോഷൂട്ടിനായിട്ട് ആ കാർ എടുത്തതല്ല. നമുക്ക് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറിൽ ഈ ഒരു വണ്ടി കൊള്ളുന്നില്ല മോളുടെ നിന്ന്, ബാക്കിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, എന്തായാലും നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിൽ ഈ കാർ എടുക്കാമെന്ന് കരുതിയിട്ട് നേരെ കാറും കൂടി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടല്ല, എന്തായാലും അതിലും കൂടി എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. ഇതൊക്കെയാണ് നമ്മൾ റെൻറ്റിന് വാങ്ങിച്ച സാധനങ്ങൾ. അതൊക്കെ ഒരു കവറിലാക്കി മോളുടെ വണ്ടിയിൽ വെച്ചിട്ടാണ് അച്ഛൻ അത് റിമോട്ടിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഫ്രണ്ടിൽ പോകുന്നതാണ് ഷജിലേട്ടനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂർ കോട്ടേൻ്റെ അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തൊരു രസമാണെന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് മഴ സമയമല്ലേ, അപ്പോൾ ഫുള്ള് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ആ കണ്ണൂർ കോട്ട കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഫുള്ള് ഗ്രീനറി, എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്. നമ്മൾ പോയ സമയത്ത് അത്ര വെയിലൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലോട്ട് മഴയും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നമുക്ക് എടുത്തു കൊണ്ടുപോകേണ്ട വന്നിട്ടില്ല. ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓടിച്ചു പോയി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫോട്ടോഷൂട്ടിനുള്ള തത്രപ്പാടാണ്. നമ്മുടെ ബർത്ത്ഡേക്കുകൾ ഇവിടുന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഒരു വിധത്തിലും നമ്മളോട് സഹകരിക്കുന്നുണ്ടായിട്ടില്ല. ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോവും, അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെയായിരുന്നു ഫുള്ള്. പിന്നെ ഇതാ അടുത്ത നമ്മളെ ബലൂൺ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം. ഭേട്ടനിൻ്റെ ബലൂൺ ഇവിടുന്ന് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് ബലൂണിലേക്ക്. അപ്പം മോൾ ഒരു തരത്തിലും ഫോട്ടോന് സഹകരിക്കാത്തതുകൊണ്ട് പിന്നെ ഷജിലേട്ടൻ മോളെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങി. അതിലിടയ്ക്ക് ഏട്ടൻ കാറ്റടിച്ച് വെച്ച ബലൂൺ പാറിപ്പോവുകയെന്ന്. അപ്പോൾ കഷ്ടപ്പെട്ട് കാറ്റടിച്ചത് ഇങ്ങനെ പറത്തി വിടാൻ പറ്റില്ല, ഓടിപ്പോയിട്ട് അത് എടുത്തിട്ട് വന്ന്. അപ്പോൾ അന്ന് കുറേ കുട്ടികളെ ബർത്ത്ഡേ ഷൂട്ട്, അതിൻ്റെ ഫോട്ടോസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ട്വിൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവരുടെ സമ്മതം ഇല്ലാണ്ട് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോളിന്ന് ഷജിലേട്ടനുമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷജിലേട്ടൻ്റെ ഡാൻസ് വെഡ്ഡിങ്ങിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ റിട്ടേൺ വന്നു. അപ്പോഴേക്കും ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കുള്ള ഫുഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കൊടുത്തു. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് കരുതി പോകുമ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ റെൻറ്റിനെടുത്ത സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈമും കൂടി കണക്കാക്കിയിട്ട് റെൻറ്റ് കൂടും. ഇതാണ് കേട്ടോ അവിടത്തേക്ക് പോകുന്ന വഴി. രാവിലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായി. ഇതാ പുതിയ സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്, പക്ഷേ ഈ പുതിയ സ്റ്റാൻഡ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ, ബിൻസ് എന്ന് പറഞ്ഞ ഷോപ്പ്. ആ റെഡ് കാറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ ബിൻസ് പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്നാണ് നമ്മൾ റെൻറ്റിന് സാധനങ്ങൾ എടുത്തത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇത് അപ്പോഴേക്ക് സമയം 3:30. അങ്ങനെ നമ്മൾ എമൗണ്ടൊക്കെ പേ ചെയ്തു. 1000 സംതിങ് ആണ് വന്നിട്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐസ്ബർഗിലേക്കാണ് പോയത്. സ്റ്റേഡിയത്തിൽ തന്നെയുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി വിശപ്പിന് എഴുതി പോയിട്ട് ഫലൂദ കഴിക്കേണ്ട വന്നു. ഫലൂദയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, ഈ ഒരു ടൈമായിട്ട് ഇനി ഓട്ടപ്പാച്ചിൽ കയ്യിലാന്ന് എഴുതിയിട്ട് നമ്മൾ ഫലൂദ തന്നെ കഴിച്ച്
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ദേഡാസ് ലേഡീസ് ഷോപ്പിലേക്കാണ്. അവിടെ കുഞ്ഞു മക്കളതും അതുപോലെ പ്രഗ്നൻ്റ് ആയവരത് അമ്മമാരതൊക്കെയാണ് ഉണ്ടാവുന്നത്. അവിടെ നിന്ന് നമുക്ക് റോംബേഴ്സ് നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കി പിന്നെ എവിടെയും പോകാനുള്ളൊരു ശേഷിയില്ലാത്തതുകൊണ്ട് നേരെ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.